അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഒരു പദ്ധതിയും വിജയിക്കാൻ സാധ്യമല്ലെന്നും ഒരു പ്രൊജക്ടിനായി തയ്യാറെടുക്കുമ്പോൾ 50 വർഷത്തെ വികസനം മുന്നിൽ കാണണമെന്നും ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കളമശ്ശേരിയിൽ പറഞ്ഞു. വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നവരുടെ കാഴ്ചപ്പാട് നേർരേഖയിലായിരിക്കണം. കളമശ്ശേരി പൗരസമിതി സംഘടിപ്പിച്ച കൊച്ചിയുടെ വികസനം കളമശ്ശേരിയിലൂടെ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. കേരളത്തിന്റെ വികസനം എന്നാൽ തെരുവുകളിൽ ഉറങ്ങുന്നവനു മുതൽ മണിമാളികയിൽ കഴിയുന്നവനു വരെ തുല്യമായി അനുഭവിക്കാനാകണം. കളമശ്ശേരിയിലെ അഭിമാന പദ്ധതിയായി പാവപ്പെട്ടവരുടെ അടക്കം അത്താണിയുമായ മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ രോഗികൾ അനുഭവിക്കുന്ന ദുരിതം സമാനതകളില്ലാത്തതാണ്. കൊച്ചിയിലെ ഫുട്പാത്തുകളുടെ അഭാവം മൂലം കാൽനടക്കാരന് സഞ്ചരിക്കാൻ പോലും കഴിയുന്നില്ല. ഫുട്പാത്തുകളുടെ സ്ലാബുകൾ തകർന്ന് കാൽനടക്കാരൻ ഓടകളിൽ വീഴുന്ന സാഹചര്യമാണ്. തെരുവുവിളക്കുകളുടെ അപര്യാപ്തത മൂലം രാത്രികാല യാത്ര പോലും അസാധ്യമായിരിക്കുന്നു. ദീർഘകാലത്തേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാൽ മാത്രമേ സ്ഥലപരിമിതികൾ മൂലം സാധ്യമാക്കാത്ത വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. കൊച്ചി അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ടൗൺഷിപ്പാണ്. അത് ഐ എം ഷുവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. നമുക്കിവിടെ സ്പേസ് ഒരു വളരെ വലിയ കൺസ്ട്രെയിൻ്റ് ആണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ആൾക്കാരാണ്, ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സ്ഥലമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉള്ള സ്ഥലത്ത് വെച്ചിട്ടായിരിക്കണം നമുക്ക് നമ്മുടെ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, നമ്മുടെ എല്ലാ ഡെവലപ്മെൻറ്റും വിഷനും നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് ക്യാൻ ഓൺലി ബി വിത്ത് ദ സ്പേസ് ദാറ്റ് വി ഹാവ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ മറ്റുള്ള സ്റ്റേറ്റ്സിനെക്കാട്ടിലും എത്രയോ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഡെവലപ്മെൻറ്റ് നമ്മൾ പറയുന്നത്. അത് ഒന്നാമത് ഇറ്റ് ഹാസ് ടു ടേക്കൻ എവരിബഡി. റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്ന ഒരാൾ തൊട്ട് ഏറ്റവും പവർഫുള്ളായിട്ട് കേരളത്തിൻ്റെ ആരാണോ അവർ വരെയുള്ള ആ ഒരു ഡെമോഗ്രാഫിക്കിന് വേണ്ടിയിട്ടായിരിക്കണം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഡെവലപ്മെൻറ്റ് കനോട്ട് ബി ഫോർ വൺ പേഴ്സൺ ഓർ വൺ സെക്ഷൻ. അപ്പോൾ കേരളത്തിൽ ബിക്കോസ് ലാൻഡിന് ഇത്ര അധികം നമുക്ക് കൺസ്ട്രെയിൻസ് വരുന്നതുകൊണ്ട് നമ്മുടെ ഡെവലപ്മെൻറ്റൽ വിഷൻ മസ്റ്റ് ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം എനിവെയർ എൽസ് ഇൻ ഇന്ത്യ ആൻഡ് എനിവെയർ എൽസ് ഇൻ ദ വേൾഡ്. കളമശ്ശേരി ഒരു വികസന ഹബ്ബായി മാറ്റുന്നതിനുള്ള കർമ്മ പദ്ധതിക്കായി തയ്യാറാക്കിയ കരട് കളമശ്ശേരി പൗരസമിതി ജനറൽ കൺവീനർ എൻ മുഹമ്മദ് കുട്ടി അവതരിപ്പിച്ചു. സെമിനാറിൽ GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. കളമശ്ശേരി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ, ചെയർമാൻ MA വഹബ്, അഡ്വക്കേറ്റ് AP ഇബ്രാഹിം, മധു പുറക്കാട്, PV അഷ്റഫ്, കല്ലറ മോഹൻദാസ്, G പ്രമോദ് മുലപ്പാടം, KK ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു.